ശൂന്യാകാശത്ത് നെല്ല് കൊയ്ത് ചൈന അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഭൂമിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന കൃഷി ബഹിരാകാശത്തേക്കു കൂടി വ്യാപിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ ഫലമണിഞ്ഞിരിക്കുകയാണ്. ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ വളർത്തിയ നെല്ലിന്റെ ആദ്യ വിളയെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെയാണ് ചൈന അത്തരമൊരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഈ പരീക്ഷണം വിരൽ ചൂണ്ടുന്നത്. ഭാവിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർ ദീർഘകാലം കഴിയേണ്ടി വന്നാൽ ഭക്ഷ്യോൽപാദനം എങ്ങനെ സാധ്യമാക്കാം എന്ന ചോദ്യത്തിനും ഈ പരീക്ഷണം നിർണായകമായേക്കും. ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലെത്തിച്ച നെൽവിത്തുകൾ 2 മാസത്തിലേറെ നീണ്ട പരിചരണത്തിന് ശേഷമാണ് വിളവിന് പാകമായത്. ഷെൻഗോ 3 ബഹിരാകാശ ദൗത്യത്തിലൂടെയാണ് വിത്തുകൾ നിലയത്തിലെത്തിച്ചത്. മെയ് 24 വിക്ഷേപിച്ച ദൗത്യത്തിലൂടെ ബഹിരാകാശ നിലയത്തിലെത്തിച്ച വിത്തുകൾ അവിടെ മുളപ്പിച്ച് വളർത്തുകയായിരുന്നു. ബഹിരാകാശ യാത്രികരായ സുയാങ്സു, ഷാങ്ഷിയുവാൻ, ലൈക്കായിങ് എന്നിവർ ചേർന്നാണ് ആദ്യ നെൽ സാമ്പിളുകൾ ശേഖരിച്ചത്. ശേഖരിച്ച സാമ്പിളുകൾ തുടർ പഠനങ്ങൾക്കായി ശാസ്ത്രജ്ഞർ സുരക്ഷിതമായി സൂക്ഷിച്ചു. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമാണ് ബഹിരാകാശത്തെ അന്തരീക്ഷം. പ്രത്യേകിച്ച് ഗുരുത്വാകർഷണം വളരെ കുറവായ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ സസ്യങ്ങളുടെ വളർച്ച എങ്ങനെയായിരിക്കും എന്നതാണ് ശാസ്ത്രജ്ഞർ പ്രധാനമായും പരിശോധിക്കുന്നത്. വിത്ത് മുളയ്ക്കുന്നതു മുതൽ ചെടിയുടെ വളർച്ചയും പൂക്കളും വിത്തുമുണ്ടാകുന്ന പ്രക്രിയയും വരെ ഭൂമിയിലെ സാഹചര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും ബഹിരാകാശത്തേത്. അതിനാൽ ബഹിരാകാശത്ത് ഒരു തവണ നെല്ല് വളർത്തി വിളവെടുത്തതുകൊണ്ട് മാത്രം പരീക്ഷണം അവസാനിക്കുന്നില്ല. ആ വിളവിൽ നിന്ന് ലഭിക്കുന്ന വിത്തുകൾ വീണ്ടും ബഹിരാകാശത്ത് വളർത്തുമ്പോൾ ചെടികൾക്ക് അവിടുത്തെ സാഹചര്യങ്ങളോട് കൂടുതൽ പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നും അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും. അങ്ങനെ ബഹിരാകാശത്ത് തന്നെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വിത്തുകൾ വികസിപ്പിക്കാനുള്ള സാധ്യതയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ നിലവിൽ പരിശോധിച്ചു വരുന്നത്. ബഹിരാകാശത്ത് നെൽകൃഷി നടത്തുന്ന ചൈനയുടെ ആദ്യ ശ്രമമല്ല ഇപ്പോഴത്തേത്. 2022 ടിയാൻഗോങ്ങിൽ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നെൽകൃഷി പരീക്ഷണം ചൈന നടത്തിയിരുന്നു. അന്ന് 6 നെൽവിത്തുകൾ 120 ദിവസത്തോളം ബഹിരാകാശത്ത് വളർത്തി. അവയിൽ നിന്ന് ലഭിച്ച 59 പുതിയ വിത്തുകൾ പിന്നീട് ഭൂമിയിലെത്തിച്ച് വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കി. ഇത്തവണ 2 തരത്തിലുള്ള ജാപ്പോണിക്ക നെല്ലാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചത്. ഭൂമിയിൽ നിന്നെത്തിച്ച വിത്തുകൾക്കൊപ്പം മുമ്പ് ബഹിരാകാശത്ത് വിളവെടുത്ത വിത്തുകളും പരീക്ഷണത്തിന്റെ ഭാഗമാക്കിയിരുന്നു. ഇതിലൂടെ ബഹിരാകാശ സാഹചര്യത്തിൽ വളർന്ന വിത്തുകൾക്ക് അടുത്ത തലമുറയിൽ എന്തെങ്കിലും പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നും മനസ്സിലാക്കാനാകും. പരീക്ഷണത്തിനായി 4 പ്രത്യേക കൃഷി യൂണിറ്റുകളാണ് ടിയാൻഗോങ്ങിൽ ഒരുക്കിയത്. ഓരോ യൂണിറ്റിലും 6 നെൽവിത്തുകൾ വീതമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഭൂമിയിൽ നിന്ന് എത്തിച്ച വിത്തുകളുടെ വളർച്ചയും ബഹിരാകാശത്ത് മുമ്പ് വിളവെടുത്ത വിത്തുകളുടെ വളർച്ചയും പ്രത്യേകം നിരീക്ഷിക്കപ്പെട്ടു. ബഹിരാകാശ കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഭാവിയിലെ ദീർഘകാല ദൗത്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഭൂമിയിൽ നിന്ന് നിരന്തരം എത്തിക്കേണ്ട സാഹചര്യം കുറയ്ക്കുക എന്നതാണ്. ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ മനുഷ്യരെ അയക്കുന്ന ദൗത്യങ്ങൾ കൂടുതൽ ദൈർഘ്യമേറിയതാകുമ്പോൾ ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളിയാകും. അതിനാൽ അവിടെ എത്തുന്ന മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമെങ്കിലും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനായാൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ സാധ്യതകൾ കൂടുതൽ വിപുലമാകും. ഇപ്പോഴത്തെ പരീക്ഷണം നേരിട്ട് ചന്ദ്രനിലോ ചൊവ്വയിലോ കൃഷി നടത്താൻ ഉതകുന്നതല്ല. എന്നാൽ ഭൂമിക്ക് പുറത്തുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷ്യവിളകൾ വളർത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ചൈന നിലവിൽ നടത്തിയിരിക്കുന്നത്. ഭാവിയിൽ മനുഷ്യർ ചന്ദ്രനിലോ ചൊവ്വയിലോ സ്ഥിരതാമസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഭക്ഷ്യോൽപാദനം അതിലെ നിർണായക ഘടകമാകും. ഭക്ഷണം ഭൂമിയിൽ നിന്ന് മാത്രം എത്തിക്കുന്നതിനു പകരം ബഹിരാകാശ നിലയങ്ങളിലോ മറ്റ് ഗ്രഹങ്ങളിലെ നിയന്ത്രിത സംവിധാനങ്ങളിലോ കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ ദൗത്യങ്ങളുടെ സ്വയം പര്യാപ്തത വർദ്ധിക്കും. നെല്ലുപോലുള്ള പ്രധാന ഭക്ഷ്യവിളകളെ ബഹിരാകാശ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന പഠനങ്ങൾ അതിനാൽ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഭൂമിക്ക് പുറത്തുള്ള കൃഷിയുടെ തുടക്കം ഇപ്പോഴും പരീക്ഷണഘട്ടത്തിലാണ്. എങ്കിലും ടിയാൻഗോങ്ങിൽ നെല്ലിന്റെ വിളവെടുപ്പ് പൂർത്തിയാക്കിയതിലൂടെ ശാസ്ത്രജ്ഞർ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത്. ഇന്ന് ബഹിരാകാശ നിലയത്തിലെ ചെറിയ കൃഷി യൂണിറ്റുകളിൽ ആരംഭിച്ച ഈ പരീക്ഷണങ്ങൾ ഭാവിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന വലിയ സംവിധാനങ്ങളിലേക്കുള്ള വഴി തുറക്കുമോ എന്നാണ് ഇനി തെളിയേണ്ടിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.